സോ നമ്മൾ പഠിച്ചത് കപ്പാസിറ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. ഇനി അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. ഓക്കെ, സോ ആ ഏരിയ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ഫൈൻഡ് ദ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഓക്കെ, ഫൈൻഡ് ദ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇതിൽ 12 മില്ലി ഫാരഡ്, 6 മില്ലി ഫാരഡ്. ഓക്കെ, then 2 മില്ലി ഫാരഡ്, 3 മില്ലി ഫാരഡ്. Find the effective capacitance between A and B. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ, സംശയമൊന്നുമില്ലല്ലോ പറഞ്ഞാൽ. ഓക്കെ, സോ ഇത് ചെയ്ത് പോവാൻ വളരെ സിമ്പിളാണ്. 12ഉം 6ഉം സീരീസ്. സോ അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ 4 മില്ലി ഫാരഡ്. അതിനോട് ഒരു 2 മില്ലി ഫാരഡ് പാരലായിട്ട് നിൽക്കണോ. ഇവിടെ അടുത്ത ഒരു 3 മില്ലി ഫാരഡിൻ്റെ കപ്പാസിറ്റൻസും ഉണ്ട്. 12ഉം 6ഉം നമുക്കറിയാം. 12ഉം 6ഉം സീരീസ് വന്ന 4. ഓക്കെ, സോ 12ഉം 6ഉം 4. ഇനി ഈ 4ഉം ഈ 2ഉം എന്താണ്? പാരലൽ കണക്ഷൻ ആണ്. സോ അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ 6 മില്ലി ഫാരഡ്. ഓക്കെ, ഇവിടെ 3 മില്ലി ഫാരഡ്. ദെൻ 6 മില്ലി ഫാരഡും 3 മില്ലി ഫാരഡും സീരീസ് ആണെങ്കിൽ എഫക്റ്റീവ് നമുക്കറിയാം 2 മില്ലി ഫാരഡ്. ലോജിക് ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞ്. ആദ്യം 2 സീരീസിൻ്റെ കാണുക, പിന്നെ അതിൻ്റെ അടുത്തുള്ള പാരലൽ കാണുക, പിന്നെ അടുത്തുള്ള സീരീസ് കാണുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ലാസ്റ്റ് ആൻസർ കിട്ടും. ലോജിക് ക്ലിയർ? വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്ത് പോവാമല്ലോ. ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, ദെൻ ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇങ്ങനെ ഒരു സിസ്റ്റം, ഇങ്ങനെ ഒരു കപ്പാസിറ്റൻസ്, അടുത്ത കപ്പാസിറ്റൻസ്, ഇങ്ങനെ അടുത്ത കപ്പാസിറ്റൻസ്, അടുത്ത കപ്പാസിറ്റൻസ്. ഓക്കെ, ഇത് എ എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റ്. ഇതൊക്കെ 8 മില്ലി ഫാരഡാണ്. എല്ലാ കപ്പാസിറ്റേഴ്സും 8 മില്ലി ഫാരഡാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി? അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലോജിക്ക് എന്താ ചോദിച്ചാൽ, ഇപ്പോൾ ഈ ഒരു സ്ക്വയർ മാത്രം നമ്മൾ എടുത്താൽ ഈ 2 കപ്പാസിറ്റേഴ്സ് സീരീസ്, ഈ 2 സീരീസ്, അവർ തമ്മിൽ പാരലൽ. ഈ 2 കപ്പാസിറ്റർ സീരീസ് അല്ലേ? ആണ്. ഈ 2 കപ്പാസിറ്റേഴ്സ് സീരീസ് ആണ്. ഇത് 2ഉം സീരീസ്, ഇത് 2ഉം സീരീസ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഈ 2 സെറ്റ് തമ്മിൽ പാരലലും. സോ 8ഉം 8ഉം സീരീസ്. അപ്പോൾ എഫക്റ്റീവ് വാല്യൂ വരിക 4. 8ഉം 8ഉം സീരീസ്, എഫക്റ്റീവ് വാല്യൂ വരിക 4. ഓക്കെ, സോ ഇങ്ങനെ വരും. 4ഉം 4ഉം വീണ്ടും എന്തുതന്നെയാണ്? 8 മില്ലി ഫാരഡ് ആണ്. ഇതന്നെയല്ല ഇപ്പുറത്തും വരിക. 8ഉം 8ഉം സീരീസ് 4, 8ഉം 8ഉം സീരീസ് 4, 4ഉം 4ഉം 8. 2 ഈക്വൽ വാല്യൂ 8 മില്ലി ഫാരഡ് സീരീസ് വന്നാൽ വാട്ട് ഈസ് എഫക്റ്റീവ്? 2 8 മില്ലി ഫാരഡ് സീരീസ് വരികയാണെങ്കിൽ എഫക്റ്റീവ് വിൽ ബി half of the individual. So 8/2 answer is 4 millifarad. ഓക്കെ, സോ ഇതാ ചെയ്യുമ്പോൾ അടുത്തൊരു ഷോർട്ട് കട്ട് നമ്മളതിൽ ഉപയോഗിക്കാറുണ്ട്. ആ ഷോർട്ട് കട്ട് ഇങ്ങനെയാണ്. ഒരു സ്ക്വയറിൻ്റെ 4 സൈഡുകളിലും ഈക്വൽ കപ്പാസിറ്റേഴ്സ് വന്നാൽ ഓപ്പോസിറ്റ് സൈഡിൻ്റെ കപ്പാസിറ്റൻസ് എത്രയെന്ന് ചോദിച്ചാൽ ഇൻഡിവിജ്വൽ ഇറ്റ് സെൽഫ് 8 8 8 8. വാട്ട്സ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ് കോർണേഴ്സ്? നോ ഡൗട്ട് അറ്റ് ഓൾ, ഇറ്റ് ഈസ് 8. If it is 5 5 5 5, the effective capacitance should be 5 itself. Okay, so ഈ 4 സൈഡിലും ഈക്വൽ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ആണ് വന്നതെങ്കിൽ effective capacitance between 2 adjacent corners will be one of the capacitance itself. Logic clear? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞ്. കൃത്യമായിട്ട് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഇനി the third question. ഇങ്ങനെ 3 കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 3 മില്ലി ഫാരഡ്, 3 മില്ലി ഫാരഡ്, 3 മില്ലി ഫാരഡ്. സർ ഞങ്ങൾക്കറിയാം 3 സീരീസ്, എഫക്റ്റീവ് വിൽ ബി 3/3, 1 മില്ലി ഫാരഡ്. അതല്ല ചോദ്യം.
ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്, എ ബി. ഓക്കെ, സോ ഇങ്ങനൊരു കണക്ഷൻ വന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം അത് പാരലൽ കണക്ഷൻ ആണ്. ഓക്കെ, അതിന് നമ്മൾ സാധാരണഗതിയിൽ പറയാൻ എങ്ങനെയാണ്, ഇവിടുത്തെ ചാർജ് ക്യൂ ആയിട്ട് എടുക്കുക, ഇവിടെ 0 ആയിട്ട് എടുക്കുക. ഈ ക്യൂ ഇവിടെ എത്തി, ഈ 0 ഇവിടെ എത്തി. ഓക്കെ, സോ നമ്മളൊരു പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്യുക ക്യൂ, അടുത്ത പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്യുക 0. അങ്ങനെ വരുമ്പോൾ നോക്കിക്കോളൂ, 0ൻ്റെയും ക്യൂവിൻ്റെ ഇടയിലാണ് ഈ 3 മില്ലി ഫാരഡ്. അപ്പം ഞാൻ ഇവിടെ കണക്ട് ചെയ്തു, 3 മില്ലി ഫാരഡിനെ അവിടെ കൊണ്ടുപോയി വെച്ചു. 0ൻ്റെയും ക്യൂവിൻ്റെ ഇടയിലല്ലേ ഈ 3 മില്ലി ഫാരഡും, അതിവിടെ കണക്ട് ചെയ്തു. ഓക്കെ, ദെൻ 0ൻ്റെയും ക്യൂവിൻ്റെ ഇടയിലല്ലേ ഈ 3 മില്ലി ഫാരഡും, അതും ഇവിടെ കണക്ട് ചെയ്തു. സോ 3 + 3 + 3 ആൻസർ ഈസ് 9 മില്ലി ഫാരഡ്. ദിസ് ഈസ് ദി എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. അവിടെ നമ്മൾ സാധാരണ പറയുന്ന അടുത്ത ഷോർട്ട് കട്ട് എന്താ ചോദിച്ചാൽ, വെദർ ഇറ്റ് ഈസ് ഇൻ റെസിസ്റ്റൻസ് ഓർ ഇൻ കപ്പാസിറ്റൻസ്, if the figure is like this, we can say that it's a parallel connection. ഈ ഒരു രീതിയിലാണ് ആ സർക്യൂട്ടിൻ്റെ ചിത്രം വരണതെങ്കിൽ അതെന്ത് കണക്ഷനാണ്? പാരലൽ കണക്ഷനാണ്. നോ ഡൗട്ട് അറ്റ് ഓൾ. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞാൽ. ഇനി ഇതേ ഫിഗറിനെ ഒന്ന് മാറ്റി വരയ്ക്കാം. ഓക്കെ, ഇതേ ഫിഗറിനെ ഒന്ന് മാറ്റി വരയ്ക്കാണ്. 3 കപ്പാസിറ്റേഴ്സ് ഇങ്ങനെ വരച്ചു. ഇതിൻ്റെ ഇടയിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ അടുത്ത കപ്പാസിറ്റർ ഉണ്ട്. ഓക്കെ, എ ബി. ഇങ്ങനെയാണ് നമുക്ക് നെറ്റ്വർക്ക് വന്നതെങ്കിൽ ഇതിൻ്റെ വാല്യൂ C1, എല്ലാം C1 ആണ് വിചാരിച്ചോളൂ. ഓക്കെ, ഈ നെറ്റ്വർക്കിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിനെ വിളിക്കുക വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്നാണ്. റെസിസ്റ്റൻസിൽ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ആ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഐഡിയ പ്രകാരം ദിസ് ഈസ് എ ഗാൽവനോമീറ്റർ, കറണ്ട് ത്രൂ ദിസ് സർക്യൂട്ട് വിൽ ബി 0. അപ്പോൾ ആ കപ്പാസിറ്റർ ഉണ്ടാവില്ല. ഓക്കെ, അതില്ലെങ്കിൽ പിന്നെ അത് ചെയ്തു പോലെ എളുപ്പമല്ലേ, ഈ എൻഡും ഈ എൻഡും. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് എൻഡിലാണ് നമ്മൾ കണ്ടുപിടിക്കണത്. ഇതും 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 അതിൻ്റെ രണ്ടിൻ്റെയും സെൻട്രലാണ് നിൽക്കുന്നത്. അത് ഈ ഷേപ്പ് പോലെയല്ലേ. സോ C1 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 എഫക്റ്റീവ് കപ്പാസിറ്റൻസ് മസ്റ്റ് ബി C1 itself. ഓക്കെ, അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ എന്തെന്നെ ആയിരിക്കും? C1 തന്നെ ആയിരിക്കും. പറഞ്ഞ ഐഡിയ ക്ലിയർ ആണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, അതായത് ഇങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് കണ്ടാൽ വെദർ ഇറ്റ് ഈസ് ഇൻ റെസിസ്റ്റൻസ് ഓർ ഇൻ കപ്പാസിറ്റൻസ്, it is a Wheatstone bridge, so we can avoid the central portion. Okay, then C1 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 C1, 4 sides of a square. Effective capacitance between two opposite corners must be individual itself. Means C1 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 C1, effective capacitance will be C1 itself. Clear ആണ്? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു സർക്യൂട്ട് ഇങ്ങനെയുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ കുറേ കപ്പാസിറ്റേഴ്സ് വെച്ചിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എത്ര സർക്യൂട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇങ്ങനെ എ ബി, ഈ 2 പോയിന്റ്സിനിടയിലുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ ഫിഗർ നോക്കുക. ഈ രീതിയിലുള്ള ഒരു നെറ്റ്വർക്കാണ് നിങ്ങൾക്ക് തന്നതെന്ന് വിചാരിക്കാം. ഇതിൻ്റെ വാല്യൂ ഓക്കെ, ഇപ്പം നമ്മൾക്ക് തരുന്നത് ഇങ്ങനെയാണ് 6ഉം 3ഉം. ഓക്കെ, ദെൻ ഇവിടെ 4 ഒക്കെ മില്ലി ഫാരഡാണ്, എല്ലാം മില്ലി ഫാരഡിലാണ്. ഓക്കെ, ദെൻ 3 4 3 4 3 4. ഇതിൻ്റെ ആൻസർ റോക്കറ്റ് പോണ പോലെ നമുക്ക് പോവാം. വളരെ സ്പീഡിൽ നമുക്ക് പോവാന്നുള്ളതാണ്. ഓക്കെ, ഞാനതൊന്ന് സ്പീഡിൽ പറയാം. 6 3 2 2 4 6 6 3 2 2 4 6 6 3 2 2 4 6 6 3 2 2 4 6. So its answer is 6 millifarad. ഓക്കെ, അതായത് ലോജിക് സിമ്പിളാണ്. ആദ്യം ഈ ഒരു ട്രയാങ്കിൾ മാത്രം സെലക്ട് ചെയ്യാം. 6ഉം 3ഉം സീരീസ് കണക്ഷനാണ്. സോ 6ഉം 3ഉം സീരീസ് ആണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ 2.
അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് പകരം ഇവിടെ ഒരു 2 ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഇങ്ങനെ. ഓക്കെ, പിന്നെ ഇവിടെ ഉള്ളത് ഒരു 4ഉം. ഇത് എന്ത് കണക്ഷനാ? 6ഉം 3ഉം 2, 2ഉം 4ഉം എന്ത് കണക്ഷനാണ്? 6. അപ്പം ഇവിടെ എന്ത് വരും? 6 എന്ന് വരും. 6ഉം 3ഉം 2, 2ഉം 4ഉം 6. 6ഉം 3ഉം 2, 2ഉം 4ഉം 6. 6ഉം 3ഉം 2, 2ഉം 4ഉം 6. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അത് സ്പീഡിൽ പറയാൻ പറ്റണം. 6ഉം 3ഉം 2, 2ഉം 4ഉം 6. 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 Okay, so the effective value must be 6 millifarad. Got it properly? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത ഫിഗർ, ക്വസ്റ്റ്യൻ നമ്പർ 6. ഇങ്ങനെയാണ് നമുക്കൊരു നെറ്റ്വർക്ക് തന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഇവിടെ ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്, ഇവിടെ അടുത്ത കപ്പാസിറ്റൻസ് ഉണ്ട്, ഇവിടെ അടുത്തൊരു കപ്പാസിറ്റൻസ്, അടുത്ത കപ്പാസിറ്റൻസ്. ഈ പോയിന്റ് എ, ഈ പോയിന്റ് ബി. ഓക്കെ, 8ഉം 4ഉം 6. ഓക്കെ, ദെൻ 2, 3, 2, 5 എല്ലാം മില്ലി ഫാരഡിലാണ്. ഓക്കെ, വാട്ട് ഈസ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി? അങ്ങനെയാണ് ചോദിക്കുമ്പോൾ തന്നെ 5 മില്ലി ഫാരഡ് എന്ന് പറയാനുള്ള ബുദ്ധിയൊന്നും ഉണ്ടാവരുതേ. അതിൻ്റെ കാരണം സിമ്പിൾ, 5 അല്ല, ഈ നെറ്റ്വർക്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, സോ അത് ചെയ്തു പോകാൻ നമ്മൾ ചെയ്യണ മെത്തേഡ് ഇതാണ്. ഈ ഫിഗർ ആദ്യം ഒന്ന് കൃത്യമായിട്ട് നോക്കുക, നിങ്ങളുടെ ബുക്കിലേക്ക് വരച്ചെടുക്കുക. 8ഉം 4ഉം പാരൽ കണക്ഷൻ ആണ്. സോ 8ഉം 4ഉം പാരൽ ആവുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ എത്ര വരിക? 12. അപ്പോൾ ഇത് മായ്ക്കുക. ഇത് മായ്ച്ചിട്ട് ഇവിടെ 12 എന്ന് എഴുതാം. ഓക്കെ, 12ഉം 6ഉം എന്ത് കണക്ഷനാ? സീരീസ്. 12ഉം 6ഉം സീരീസ് ആണെങ്കിൽ എഫക്റ്റീവ് വാല്യൂ ഇത് മായ്ച്ചിട്ട് 1 മതി, 4. 4ഉം 2ഉം എന്ത് കണക്ഷനാ? പാരലൽ. സ്വാഭാവികമായിട്ടും ഇത് മായ്ച്ച് കളയുക. എന്നിട്ട് ഇവിടെ എന്ത് എഴുതിയാൽ മതി? 6. 6ഉം 3ഉം എന്ത് കണക്ഷനാ? സീരീസ്. അപ്പോൾ ഇത് മായ്ച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ 2 എന്ന് എഴുതിയാൽ മതി. ഡയറക്റ്റ് കണക്ഷൻ. 2ഉം 2ഉം സീരീസ്. അപ്പോൾ എഫക്റ്റീവ് വാല്യൂ വരിക 1 മില്ലി ഫാരഡ്. 1ഉം 5ഉം എന്ത് കണക്ഷനാണ്? പാരലൽ. സ്വാഭാവികമായിട്ടും 6 മില്ലി ഫാരഡ്. ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. പറഞ്ഞ ഐഡിയ കിട്ടിയോ? ഓക്കെ, നേരത്തെ വരച്ച ഫിഗർ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒരിക്കൽ കൂടെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് കിട്ടും. ഒരു പ്രശ്നമില്ലാണ്ട് അത് ചെയ്തു പോവാം. ഓക്കെ, സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th. ഈ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പ്രശ്നമൊന്നും ഇല്ലയെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. ഓക്കെ, ഇനി അടുത്ത കുറേ ക്വസ്റ്റ്യൻസ് ഒരുമിച്ചാണ്. ഫൈൻഡ് ദ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്നാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇവിടെ എ, ഇവിടെ ബി. ഒരു കണ്ടീഷൻ തരുന്നുണ്ട്. കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് പ്ലേറ്റ്സ് ഈസ് ε0 A by D. Capacitance between adjacent plates is ε0 A by D. This is our 7th question and 8th question. ചെറിയ ഒരു മാറ്റത്തോട് കൂടിയിട്ട് 8ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ. ഓക്കെ, എ ആൻഡ് ബി. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ. എ ആൻഡ് ബി. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ പ്ലേറ്റുകൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കുറേ പ്ലേറ്റുകൾ വെച്ചിട്ടുണ്ട് ഇങ്ങനെ. ഇത് എ, ഇത് ബി. ഓക്കെ, ഹിയർ ദർ ആർ n plates. n പ്ലേറ്റുകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഈ 3 എണ്ണത്തിൻ്റെയും കപ്പാസിറ്റൻസ് കാണണം. ആ 3ഉം ഒരേ ഐഡിയയിലാണ് നമ്മൾ ചെയ്തു പോവുക. ഒരേ സ്റ്റൈലാണ് ആ 3 ക്വസ്റ്റ്യൻസും. ഓക്കെ, അത് ചെയ്തു പോവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക് ഇങ്ങനെയാണ്. ഈ പ്ലേറ്റ് പോസിറ്റീവ്. അപ്പോൾ ഇതിൽ നിന്ന് പോസിറ്റീവ് ചാർജസ് ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തും. അതേപോലെ ഈ പോസിറ്റീവ് ചാർജസ് ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തും. ഇതിൻ്റെ കേസിലാണെങ്കിൽ എ ഈസ് പോസിറ്റീവ്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ നീങ്ങിയിട്ട് ഇവിടെ എത്തും.
ഈ പോസിറ്റീവ് ചാർജ് ഈ കണ്ടക്ടറിലൂടെ പോന്നിട്ട് ഇവിടെ എത്തും. ഇത് പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇതിൽ ടച്ച് ചെയ്ത ടെർമിനൽസ് ഒക്കെ പോസിറ്റീവായിട്ട് മാറും. മുകളിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ടെർമിനൽസ് ഒക്കെ പോസിറ്റീവായിട്ട് മാറും. ഓക്കെ, ഇതൊക്കെ പോസിറ്റീവായിട്ട് മാറും. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? ഇനി ബി എന്ന് പറഞ്ഞ ടെർമിനൽ നെഗറ്റീവാണ്. സോ ഇത് നെഗറ്റീവ് ആവുമ്പോൾ ഇത് നെഗറ്റീവ് ആവും, ഇത് നെഗറ്റീവ് ആവും. ഇത് നെഗറ്റീവ് ആവുമ്പോൾ ഈ പ്ലേറ്റ് നെഗറ്റീവ് ആവും, ഈ പ്ലേറ്റ് നെഗറ്റീവ് ആവും. ഇത് നെഗറ്റീവ് വരുമ്പോൾ ഇത് നെഗറ്റീവ് വരും, ഇത് നെഗറ്റീവ് വരും, ഇത് നെഗറ്റീവ് വരും. ഓക്കെ, സോ പ്ലേറ്റുകൾ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നോക്കുക, ഇത് പോസിറ്റീവ് പ്ലേറ്റ്, ഇത് നെഗറ്റീവ് പ്ലേറ്റ്, ഒരു കപ്പാസിറ്റർ. നെഗറ്റീവ് പോസിറ്റീവ് രണ്ടാമത്തെ കപ്പാസിറ്റർ, പോസിറ്റീവ് നെഗറ്റീവ് മൂന്നാമത്തെ കപ്പാസിറ്റർ. ഈ മൂന്ന് കപ്പാസിറ്റേഴ്സിനും എ എന്ന് പറഞ്ഞ പോയിന്റ് നിന്നാണ് പോസിറ്റീവ് കിട്ടണത്, ബി എന്ന് പറഞ്ഞ പോയിന്റ് നിന്നാണ് നെഗറ്റീവ് കിട്ടണത്. സോ ഇവർ തമ്മിൽ എന്ത് കണക്ഷനാ? നോ ഡൗട്ട് അറ്റ് ഓൾ പാരലൽ കണക്ഷൻ. ഓക്കെ, പാരലൽ കണക്ഷൻ ആണെങ്കിൽ എഫക്റ്റീവ് വാല്യൂ വളരെ സിമ്പിളായിട്ട് പറഞ്ഞൂടെ, 3ε0 A/d. മൂന്ന് കപ്പാസിറ്റേഴ്സ് പാരലൽ വന്നാൽ 3 × 1ന്റെ കപ്പാസിറ്റൻസ് 3ε0 A/d. ഓക്കെ, ഇതിൻ്റെ കേസിൽ ദിസ് ഈസ് എ കപ്പാസിറ്റർ ആൻഡ് ദിസ് ഈസ് എ കപ്പാസിറ്റർ. ഇത് കപ്പാസിറ്റർ അല്ല. എന്തുകൊണ്ടാണ് കപ്പാസിറ്റർ അല്ലാത്ത? ഇത് നെഗറ്റീവാണ്, ഇത് എന്തുതന്നെയാണ്? നെഗറ്റീവാണ്. സോ അത് കപ്പാസിറ്റർ ആവില്ല. ഓക്കെ, സോ അപ്പോൾ ഇതിൽ എത്ര കപ്പാസിറ്റൻസേ ഉള്ളൂ? 2 എണ്ണം. 2ε0 A/d. ക്ലിയർ ആണോ എന്താ ഞാൻ പറഞ്ഞതെന്നുള്ള? ഒരു പ്ലേറ്റിന് പോസിറ്റീവ് എന്നാണ് കൊടുക്കുക, അടുത്ത പ്ലേറ്റിന് നെഗറ്റീവ് എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യും? നമുക്കിതിൻ്റെ ആൻസർ കിട്ടും, ഒരു പ്രശ്നവും ഇല്ലാതെ. കാരണം ദിസ് എ കപ്പാസിറ്റർ, ദിസ് എ കപ്പാസിറ്റർ ആൻഡ് ദിസ് എ കപ്പാസിറ്റർ. മൊത്തം 3 കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. സോ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വിൽ ബി 3C. ഇവിടെ 2 കപ്പാസിറ്റൻസ് ഉള്ളൂ, ആ രണ്ടിനും പോസിറ്റീവ് എ എന്നാണ്, നെഗറ്റീവ് ബി എന്നാണ്. സോ ദ കണക്ഷൻ ഈസ് പാരലൽ. സോ ആൻസർ ഈസ് 2ε0 A/d. ക്ലിയർ അല്ലേ? ഇനി ഇത് നോക്കാം, ഇതിൽ മൊത്തം n പ്ലേറ്റുകൾ ഉണ്ട്. ദിസ് എ കപ്പാസിറ്റൻസ്, this is a capacitance, this is a capacitance, this is a capacitance and this is a capacitance. സംശയമില്ലല്ലോ? ഓക്കെ, പ്ലസും മൈനസും പ്ലേറ്റുകൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് കപ്പാസിറ്റൻസ് ആണ്, 100% ഉറപ്പല്ലേ? ഓക്കെ, സോ ദിസ് എ കപ്പാസിറ്റൻസ്, ദിസ് എ കപ്പാസിറ്റൻസ്, ദിസ് എ കപ്പാസിറ്റൻസ്, ദിസ് എ കപ്പാസിറ്റൻസ് ആൻഡ് ദിസ് എ കപ്പാസിറ്റൻസ്. 2 പ്ലേറ്റുകൾ വന്നപ്പോൾ ഒരു കപ്പാസിറ്റൻസ്, 3 പ്ലേറ്റുകൾ വന്നപ്പോൾ 2 കപ്പാസിറ്റൻസ്, 4 പ്ലേറ്റ് വന്നപ്പോൾ 3 കപ്പാസിറ്റൻസ്, 5 പ്ലേറ്റ് വന്നപ്പോൾ 4 കപ്പാസിറ്റൻസ്, 6 പ്ലേറ്റ് വന്നപ്പോൾ 5 കപ്പാസിറ്റൻസ്. അപ്പോൾ n പ്ലേറ്റ് വന്നാലോ നോ ഡൗട്ട് അറ്റ് ഓൾ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് n-1 കപ്പാസിറ്റൻസ്. സോ n-1 ε0 A/d. ഓക്കെ, ദിസ് ഈസ് ദി എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. പറഞ്ഞ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായോ? സംശയമൊന്നുമില്ലല്ലോ? സോ ഈ ഫിഗറുകൾ വരച്ചെടുക്കൂ കൃത്യമായിട്ട്. ഓക്കെ, സോ we can move to next question. ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഓക്കെ, ട്രയാങ്കിളിൻ്റെ കേസ് നമുക്കറിയാം, സ്ക്വയറിൻ്റെ കേസ് നമുക്കറിയാം, പെൻറ്റഗൺ, ഹെക്സഗൺ, അങ്ങനെ n സൈഡ് ആണെങ്കിലും അറിയാം. ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, how many 8 millifarad 2 volt capacitors, how many 8 millifarad 2 volt capacitors are required to produce a capacitance of 12 millifarads 8 volts. How many 8 millifarad 12 volt capacitors are required to produce a capacitance of 12 millifarad 8 volt? എത്ര 8 millifarad 2 വോൾട്ട് കപ്പാസിറ്റേഴ്സ് കൂട്ടിച്ചേർത്താൽ അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ നമുക്ക് 12 millifarad 8 വോൾട്ട് കപ്പാസിറ്റൻസ് കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ.
ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് 8 മില്ലി ഫാരഡ് 2 വോൾട്ട്. നമുക്ക് വേണ്ട ഫൈനൽ കപ്പാസിറ്റൻസിന് 8 വോൾട്ട് വേണം. നമുക്കറിയാം സീരീസ് കണക്ഷൻ്റെ ഇക്വേഷൻ V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. ഓക്കെ, സ്വാഭാവികമായിട്ടും 8 വോൾട്ട് വേണമെങ്കിൽ ഇങ്ങനത്തെ 4 എണ്ണം വേണ്ടേ? അപ്പോഴല്ലേ 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 8 വോൾട്ട് കിട്ടും. പറഞ്ഞ ലോജിക് കൃത്യമായിട്ട് മനസ്സിലായോ? വി റിക്വയർ 8 വോൾട്ട്. Each capacitor has voltage 2 volt. So 2 plus 2 plus 2 plus 2. Total എത്ര വോൾട്ട്, എത്ര കപ്പാസിറ്റേഴ്സ് വേണം? 4 എണ്ണം. ഓക്കെ, ഓരോന്നും 8 മില്ലി ഫാരഡിൻ്റെ ആണ്. അങ്ങനത്തെ 4 കപ്പാസിറ്റേഴ്സ്. ഈ 4 കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് വന്നാൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെറും 2 മില്ലി ഫാരഡ് അല്ലേ വരുള്ളൂ. 8 വോൾട്ട് റെഡിയാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്ത് വേണം? 12 മില്ലി ഫാരഡ് കപ്പാസിറ്റൻസും കൂടിയും വേണം. സോ ഇങ്ങനത്തെ എത്ര സെറ്റുകൾ വേണം നോക്കുക. അടുത്തൊരു സെറ്റ് ഇവിടെ വന്നാൽ ഇതിനും 2 മില്ലി ഫാരഡ് കപ്പാസിറ്റൻസ് ഉണ്ടാവും. പാരലൽ ആവുകൊണ്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ്, അപ്പോൾ 4 ആയി. ഒരു സെറ്റും കൂടിയും വന്നാൽ 6 വോൾട്ടായി. അടുത്ത സെറ്റ് വന്ന 8 ആയി, അടുത്ത സെറ്റ് 10 ആയി, അടുത്ത സെറ്റ് 12 ആയി. എന്ന് പറഞ്ഞാൽ 6 വോൾട്ടിന് 3 ലെയർ വേണമെങ്കിൽ 12 വോൾട്ടിന് 6 മില്ലി ഫാരഡിന് 3 ലെയർ വേണമെങ്കിൽ 12 മില്ലി ഫാരഡ് വേണമെങ്കിൽ ഇങ്ങനത്തെ 6 ലെയറുകൾ. ഇവിടെ ഇങ്ങനെ 3 ലെയറും കൂടി ഉണ്ടാവും. ഓരോ ലെയറിലും 4 കപ്പാസിറ്റേഴ്സ്. അങ്ങനെ 1 2 3 4 5 6. സോ മൊത്തം എത്ര കപ്പാസിറ്റേഴ്സ് വേണ്ടി വരും? 6 × 4 24 കപ്പാസിറ്റേഴ്സ്. ഓക്കെ, 24 കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ കപ്പാസിറ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. കോട്ട് ഇറ്റ് പ്രോപ്പർലി? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞാൽ? ഈസി ആയിട്ട് ഐഡിയ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, ഇനി ഇതിലുള്ള മറ്റൊരു തരം ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കപ്പാസിറ്റർ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് വിചാരിക്കുക. കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾ, ആ പ്ലേറ്റുകൾക്കിടയിൽ 2 ഡയലക്ട്രിക് ഉണ്ട്. ഒരു ഡയലക്ട്രിക് ഇങ്ങനെ, ഇതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K1. രണ്ടാമത്തെ ഡയലക്ട്രിക് ഇങ്ങനെയാണ്. രണ്ടാമത്തെ ഡയലക്ട്രിക് ഇങ്ങനെയാണ്, അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K2. ഇങ്ങനെയാണ് കപ്പാസിറ്റൻസ് വിചാരിക്കുക. ഏരിയ എ, പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഡി. ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് വരിക ഡി ആണ്. ഓക്കെ, ഇങ്ങനെയാണ് കപ്പാസിറ്റർ എങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയെന്നും ചോദിക്കാം, എഫക്റ്റീവ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയെന്നും ചോദിക്കാം. 2 ചോദ്യങ്ങളാണ്. ഒരു കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഒരു പകുതി ഒരു ഡയലക്ട്രിക്കും അടുത്ത പകുതി അടുത്ത ഡയലക്ട്രിക്കും. അത് ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണ്? അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ എഫക്റ്റീവ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയാണ്? വെരി സിമ്പിൾ. ഈ പകുതി വരെ ഒരു കപ്പാസിറ്ററായിട്ട് ട്രീറ്റ് ചെയ്യാം. ഇത് രണ്ടാമത്തെ കപ്പാസിറ്ററാണ്. ഈ രണ്ടിനും പോസിറ്റീവ് ഒരു പോയിന്റ് എന്നാണ്, രണ്ടിനും നെഗറ്റീവ് വേറൊരു പോയിന്റ് എന്നാണ്. അപ്പോൾ ആ 2 കപ്പാസിറ്റൻസ് എന്ത് കണക്ഷനാണ് വരിക? ഒരേ പോയിന്റ് നിന്ന് പോസിറ്റീവ്, വേറെ ഒരേ പോയിന്റ് നിന്ന് നെഗറ്റീവ്. ദ കണക്ഷൻ വിൽ ബി പാരലൽ. ഉറപ്പല്ലേ? നമുക്കറിയാം ഇങ്ങനെ 2 കപ്പാസിറ്ററിനും പോസിറ്റീവ് ഒരേ ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ഒരേ ടെർമിനലിൽ നിന്നാണെങ്കിൽ ആ കണക്ഷൻ പാരലൽ കണക്ഷനാണ്. പാരലൽ കണക്ഷൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ, C1 പ്ലസ് C2. സി എന്ന് പറഞ്ഞാൽ ε0 KA ഡിവൈഡഡ് ബൈ D. ഇതിൻ്റെ എഫക്റ്റീവ് ഡയലക്ട്രിക് കോൺസ്റ്റന്റിനെ നമ്മൾ K എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഇനി C1 ഒന്നാമത്തെ കപ്പാസിറ്ററിൻ്റെ ε0 K1 A/2D. ശരിയല്ലേ? ടോട്ടൽ ഏരിയയാണ് എ, അതിൻ്റെ പകുതി അല്ലേ ഈ ഡയലക്ട്രിക് ഉള്ളൂ. പ്ലസ് ε0 K2A/D and 2 A/2 ആണ്. ഓക്കെ, എല്ലാറ്റിലും ε0 A/D കട്ട് ചെയ്യാം. എല്ലാ ടേമിൽ നിന്നും ε0 A/D കട്ട് ചെയ്യാം. യു വിൽ ഗെറ്റ് ആൻസർ K = K1 + K2.
effective dielectric constant in this case is K1 plus K2. അപ്പോൾ എന്താണ് effective capacitance ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? എപ്സിലോൺ 0 A by D into K1 plus K2 by 2. This is the effective dielectric constant. കൃത്യമായിട്ട് മനസ്സിലായോ? സോ ഒരു കപ്പാസിറ്ററിൽ ഒരു പാർട്ടിൽ ഡയലക്ട്രിക് വെച്ചു, അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K1. രണ്ടാമത്തെ ഭാഗത്ത് ഡയലക്ട്രിക് വെച്ചു, അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K2. എഫക്റ്റീവ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഈസ് K1 plus K2 by 2. തെറ്റിച്ചതാണ്, വെരി സോറി. ഓക്കെ, K1 plus K2 divided by 2. അങ്ങനെയാണ് വരേണ്ടത്. സോ അവിടെ എഴുതിയത് ശരിയാണ്, ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ എഴുതിയത് തെറ്റിച്ചിട്ടുണ്ട്. നോക്കിയാൽ അറിയാം, K1 plus K2 by 2 or K1 by 2 plus K2 by 2. ഇങ്ങനെ രണ്ട് ഡയലക്ട്രിക്കുകൾ വെച്ചാൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K1 plus K2 by 2 and this is the effective capacitance. Clear? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കപ്പാസിറ്ററിൽ ഡയലക്ട്രിക് വെച്ചത് വേറൊരു പ്രത്യേക രീതിയിലാണെന്ന് വിചാരിച്ചോളൂ. ഈ പകുതി വരെ ഒരു ഡയലക്ട്രിക്, അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K1, ഇതിൻ്റെ ഏരിയ A, പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് D. ഓക്കെ, അടുത്ത ഡയലക്ട്രിക് ഇങ്ങനെയാണ് വെച്ചത്, അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K2. ഓക്കെ, അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K2. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? മുകളിലത്തെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K1, താഴത്തെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K2. ഓക്കെ, ദെൻ ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ പറഞ്ഞാൽ ഇത് ഒരു കപ്പാസിറ്റർ ആണ്, ഇത് രണ്ടാമത്തെ കപ്പാസിറ്റർ ആണ്. അത് ഇങ്ങനല്ലേ നിൽക്കണേ? ഈ സ്പേസ് കുറവാണെന്ന് വിചാരിച്ചാൽ മതി. ഇറ്റ് ഈസ് സീരീസ്. സീരീസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ, C1 C2 ഡിവൈഡഡ് ബൈ C1 plus C2. So epsilon 0 Ka divided by D, effective capacitance in the equation. That's equal to എന്ത് വരും? epsilon 0 K1A divided by D by 2 into epsilon 0 K2A divided by D by 2 divided by epsilon 0 A by D by 2 into K1 plus K2. ഓക്കെ, സോ ഇതിൽ മുകളിലത്തെ K1 K2 അല്ലാത്ത ഒരു എപ്സിലോൺ 0 A by D by 2 നമുക്ക് കട്ട് ചെയ്തൂടെ? അത് കട്ടായി. ഓക്കെ, ഇനി ഈ 2 എന്നുള്ളത് മുകളിലേക്ക് പോകും. എപ്സിലോൺ 0 A by D ഇവിടെ ഉണ്ട്, എപ്സിലോൺ 0 A by D ഇവിടെ ഉണ്ട്. സോ വി ക്യാൻ ക്യാൻസൽ ഇറ്റ് ഔട്ട്. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടിയേ? K is equal to 2K1 K2 divided by K1 plus K2. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ സംതിങ് ബൈ സംതിങ്, ഇതേ ബൈ സംതിങ് തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ 1 by K1 plus K2 എന്ന് വരും. ഇതാണ് എഫക്റ്റീവ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ്. സോ കപ്പാസിറ്റൻസ് വിൽ ബി epsilon 0 A by D into 2K1 K2 divided by K1 plus K2. സോ ഇങ്ങനെയാണ് ഡയലക്ട്രിക് വെച്ചതെങ്കിൽ ഇതാണ് എഫക്റ്റീവ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ്. ഇങ്ങനെയാണ് ഡയലക്ട്രിക് വെച്ചതെങ്കിൽ ഇതാണ് എഫക്റ്റീവ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ്. രണ്ടും കൃത്യമായിട്ട് മനസ്സിലായില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. സോ ബോർഡിൽ നോക്കുക, ഇത് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് അഹെഡ്. ഇങ്ങനെ ഒരു സിസ്റ്റം, ഇതിൽ ഇത്ര വരെ K1 എന്ന് പറഞ്ഞ ഡയലക്ട്രിക് ആണ്. ഓക്കെ, ഒരു കപ്പാസിറ്ററിൻ്റെ ഇത്രയും ദൂരം K1 എന്ന് പറഞ്ഞ ഡയലക്ട്രിക് ആണ്. അടുത്ത ഭാഗത്തിൻ്റെ ഇതുവരെ K2 എന്ന് പറഞ്ഞ ഡയലക്ട്രിക് ആണ്. ഓക്കെ, മൂന്നാമത്തെ പാർട്ട് ഇങ്ങനെ K3 എന്ന് പറഞ്ഞ ഡയലക്ട്രിക് ആണ്. ഈ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റൻസ് എത്ര ആയിരിക്കും? ഇതിൻ്റെ റിവേഴ്സ് ഉണ്ട്, ആ റിവേഴ്സ് നമ്മൾ പറയില്ല, ഇത് മാത്രമേ പറയുള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ ഐഡിയ വളരെ സിമ്പിളാണ്. ഈ ഭാഗത്തിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്ര ആയിരിക്കും?
ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്കറിയാമല്ലോ, 2K2K3 ഡിവൈഡഡ് ബൈ K2 പ്ലസ് K3. ഇനി ഇതിൻ്റെ തന്നെ റിവേഴ്സും ഉണ്ട്. എങ്ങനെയായിരിക്കും ആ റിവേഴ്സ് ക്വസ്റ്റ്യൻ? അത് നിങ്ങൾക്കുള്ളതാണ്. ഇങ്ങനെ വരും, ഇങ്ങനെ. ഇതുവരെ ഒരു ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്, ഇതുവരെ രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ. ഓക്കെ, ഇങ്ങനത്തെ ഏത് കേസ് വന്നാലും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ഇതിൻ്റെ കേസ് തീരുമാനാക്കുക, പിന്നെ ഇതിൻ്റെ കേസ് ചെയ്യാം. ഇവിടെ ആദ്യം ഇതിൻ്റെ കേസ് തീരുമാനാക്കിയിട്ട് പിന്നെ അടുത്തത്. ഇനി ഇത് എത്ര വേണമെങ്കിലും മുറിച്ചൂടെ? നമുക്ക് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ എത്ര എണ്ണമായിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കട്ട് ചെയ്ത് നിർത്താം. ഓക്കെ, സോ ഡയലക്ട്രിക്കുകൾ വെച്ചാലുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ കേസ് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ പറഞ്ഞാൽ. ഇനി അടുത്തത് ഒരു കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റർ C1 എന്നുള്ള കപ്പാസിറ്റൻസ് ആണ്. ഇതിനെ V1 എന്നുള്ള പൊട്ടൻഷ്യലിൽ ചാർജ് ചെയ്തന്നു. രണ്ടാമത്തെ ഒരു കപ്പാസിറ്റർ C2, ഇതിനെ V2 എന്നുള്ള പൊട്ടൻഷ്യലിൽ ചാർജ് ചെയ്തന്നു. ഈ രണ്ട് കപ്പാസിറ്ററും കൂടിയും കണക്ട് ചെയ്ത് വെച്ചാൽ 100% ഉറപ്പല്ലേ എനർജിക്കും ചാർജിനും ഷെയറിങ് ഉണ്ടാവും? ഉറപ്പാണ്. കാരണം രണ്ട് കപ്പാസിറ്ററിനും രണ്ട് ചാർജ്, രണ്ട് കപ്പാസിറ്റൻസ്, രണ്ട് എനർജി. സോ അവർ തമ്മിൽ എന്ത് ചെയ്യും? ഷെയറിങ് സംഭവിക്കും. ദർ കോമൺ പൊട്ടൻഷ്യൽ ഈസ് ഗിവൺ ബൈ C1 V1 പ്ലസ് C2 V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഇതാണ് ഇവരുടെ കോമൺ പൊട്ടൻഷ്യൽ. Two capacitors, one having capacitance C1 charged by a potential V1, other having capacitance C2 charged by potential V2. Then their common potential will be C1 V1 plus C2 V2 divided by C1 plus C2. ഇതാണ് അവരുടെ common potential. And the energy loss due to sharing is given by delta E equal to half C1 C2 divided by C1 plus C2 into V1 minus V2 whole square. ഇതാണ് എനർജി ലോസ് ഡ്യൂ ടു ഷെയറിങ്. രണ്ട് കപ്പാസിറ്ററുകൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാവുന്ന എനർജി ലോസിൻ്റെ ഇക്വേഷൻ ആണ് ഹാഫ് C1 C2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ഹോൾ സ്ക്വയർ. ലോജിക് ക്ലിയർ ആയില്ലേ? ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ കോമൺ പൊട്ടൻഷ്യൽ ആൻഡ് ദിസ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി ലോസ് ഡ്യൂ ടു ഷെയറിങ്. ഓക്കെ, സോ കപ്പാസിറ്റൻസിൻ്റെ സീരീസ് ആൻഡ് പാരലലിൽ രണ്ട് വോൾട്ടേജിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഉണ്ടാവുന്ന എനർജി ലോസും കോമൺ പൊട്ടൻഷ്യലും നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇങ്ങനൊരു സിസ്റ്റം വെച്ച് വിചാരിക്കാം. ഇതിൻ്റെ കപ്പാസിറ്റൻസ് ഇനി ഇങ്ങനെ. ഓക്കെ, സോ ഇങ്ങനെ ഒരു കപ്പാസിറ്റൻസ്, ഇങ്ങനെ അടുത്ത കപ്പാസിറ്റൻസ്, ഇങ്ങനെ അടുത്ത കപ്പാസിറ്റൻസ്, ഇങ്ങനെ അടുത്ത കപ്പാസിറ്റൻസ്. ഓക്കെ, കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ഇത് 4 മില്ലി ഫാരഡ്, ഇത് 2 മില്ലി ഫാരഡ്. ഓക്കെ, ഇത് 7 മില്ലി ഫാരഡ്, ഇത് 5 മില്ലി ഫാരഡ്. ഓക്കെ, ഇത് 2 മില്ലി ഫാരഡ്, ഇത് 3 മില്ലി ഫാരഡ്. What is the effective capacitance between A and B? That's our question. Clear ആണല്ലോ? ഇത് ചെയ്തു പോകാൻ വളരെ സിമ്പിൾ ആണ്. ഇവിടെ കണക്ഷൻ ഉണ്ട്, ഇവിടെയും കണക്ഷൻ ഉണ്ട്. സോ ഇത് രണ്ടും പാരലൽ കണക്ഷൻ. ഇപ്പോൾ മുകളിലത്തെ 3 മില്ലി ഫാരഡ് അതേപോലെ വരച്ചു. 2ഉം 4ഉം പാരലൽ കണക്ഷനാണ്. സോ 6 മില്ലി ഫാരഡ്. 7ഉം 5ഉം പാരലൽ കണക്ഷനാണ്. 12 മില്ലി ഫാരഡ്. ഓക്കെ, ഇവിടെ 2 മില്ലി ഫാരഡും. ഇങ്ങനെയാണ് ഈ നെറ്റ്വർക്ക് വരിക. ഇനി ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ? 6ഉം 12ഉം സീരീസ് 4. അപ്പോൾ ഇതിന് പകരം ഒരു 4 വരച്ചാൽ പോരെ? ഓക്കെ, ഒരു 4 വരും. ഇനി ഇത് 3ഉം എന്ത് കണക്ഷനാണ്? പാരലൽ കണക്ഷൻ. ഇത് 3ഉം പാരലൽ ആണെങ്കിൽ എഫക്റ്റീവ് വാല്യൂ എത്ര വരിക? 3 4 7, 7 2 9 മില്ലി ഫാരഡ്. ഓക്കെ, ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരിക 9 മില്ലി ഫാരഡ് ആണ്.
പറഞ്ഞ ലോജിക് വ്യക്തമായിട്ട് മനസ്സിലായോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞതിൽ? ഓക്കെ, ഫൈൻ. ഇനി അടുത്തത് ഈ പറഞ്ഞ സെയിം സ്റ്റൈലിൽ നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ. ഒരു കപ്പാസിറ്റൻസ്, ഓക്കെ, അടുത്ത കപ്പാസിറ്റൻസ്. ഇനി ഇവിടെ അടുത്ത കപ്പാസിറ്റൻസ്, ഇവിടെ അടുത്ത കപ്പാസിറ്റൻസ്. Find the effective capacitance between A and B. Okay, so ഇവിടെ വരുന്നത് 9, ഓക്കെ, ഇവിടെ വരുന്നത് 3, ഓക്കെ, അങ്ങനെയാണ് അവിടെ വരുന്നത്. ഇനി ഇതിൽ വരുന്നത് 4, ഇതിൽ വരുന്നത് 2, എല്ലാം മില്ലി ഫാരഡ് ആണെന്ന് വിചാരിക്കാം. എത്രയായിരിക്കും ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ്? ഫൈൻഡ് ദ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. വളരെ സിമ്പിളാണ് ഈ ലോജിക്കും. ഈ കപ്പാസിറ്റൻസും പാരലാണ്. കാരണം ഈ പോയിന്റ്സ് ടച്ച് ചെയ്തിട്ടുണ്ട്, ഈ പോയിന്റ്സും ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതും പാരലാണ്. ഓക്കെ, സോ 9ഉം 3ഉം പാരലൽ. അപ്പം നമുക്ക് കിട്ടുക 12 മില്ലി ഫാരഡ്. 4ഉം 2ഉം പാരലൽ. അപ്പം നമുക്ക് കിട്ടുക 6 മില്ലി ഫാരഡ്. ഈ രണ്ടും എന്ത് കണക്ഷനാണ്? നോ ഡൗട്ട് അറ്റ് ഓൾ, ഇറ്റ്സ് എ സീരീസ് കണക്ഷൻ. അത് രണ്ടും സീരീസ് ആണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് മസ്റ്റ് ബി 4 മില്ലി ഫാരഡ്. അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരിക 4 മില്ലി ഫാരഡ് ആണ്. ക്ലിയർ? ഓക്കെ, ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കി എഴുതിയെടുക്കൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സ്റ്റൈൽ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ഇങ്ങനെ ഇതിന് അക്രോസ് ആയിട്ട് നമ്മളൊരു പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒരു നെറ്റ്വർക്ക്, അതിന് അക്രോസ് ആയിട്ട് ഒരു പവർ സപ്ലൈ. ഓക്കെ, ഇപ്പോൾ ഇവിടെ 6 മില്ലി ഫാരഡ്, 3 മില്ലി ഫാരഡ്, 2 മില്ലി ഫാരഡ്. 6 മില്ലി ഫാരഡ്, 3 മില്ലി ഫാരഡ്, 2 മില്ലി ഫാരഡ്. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുത്തത് 12 വോൾട്ടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ചാർജ് ആൻഡ് പൊട്ടൻഷ്യൽ across the 3 capacitors. Find the charge and potential across the 3 capacitors. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതിന് അക്രോസ് ഉള്ള ചാർജ് കാണണം, ഇതിന് അക്രോസ് വേണം, ഇതിന് അക്രോസ് വേണം. ഓക്കെ, അതേപോലെ ഇവർക്ക് അക്രോസ് ഉള്ള പൊട്ടൻഷ്യലും കണ്ടുപിടിക്കണം. സോ ഈ നെറ്റ്വർക്കിനെ നമുക്ക് ഇങ്ങനെ മാറ്റി വരച്ചൂടെ? ഒരു 2 മില്ലി ഫാരഡും ബാക്കി 2 സീരീസ് ആണ്. ആ രണ്ടിൻ്റെയും കൂടി എഫക്റ്റീവ് 6ഉം 3ഉം 2 ഇവിടെയാണ് നമ്മൾ 12 വോൾട്ട് കൊടുക്കുന്നത്. 12 വോൾട്ട് എന്നുള്ള പവർ സപ്ലൈ നമ്മളവിടെ കൊടുത്തു. 2ഉം 2ഉം പാരലലാണ്. ഇനി അതിനെ നമുക്ക് വീണ്ടും ഒന്നും കൂടി മാറ്റി വരയ്ക്കാം. എങ്ങനെ? 2ഉം 2ഉം 4. 12 വോൾട്ടിന് അക്രോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 4 മില്ലി ഫാരഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. First of all, we have to find out the total charge in the circuit. Okay, നമുക്കറിയാം C equal to Q by V. So Q equal to എന്താ കിട്ടുക? CV. സോ ഈ സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് എത്ര നോക്കൂ. ഇത് 4 മില്ലി ഫാരഡ്, ഇവിടെ 12 വോൾട്ട്. സോ ടോട്ടൽ ചാർജ് വിൽ ബി 12 into 4, 48 മില്ലി കൂളം. 48 മില്ലി കൂളാണ് എന്ത് വരിക? ഈ സർക്യൂട്ടിന് അക്രോസ് ഉള്ള ടോട്ടൽ ചാർജ് 48 മില്ലി കൂളം. ഓക്കെ, സോ 48 മില്ലി കൂളം ഇങ്ങനെ ചെന്നു വിചാരിക്കുക. 48 മില്ലി കൂളം ഇങ്ങനെ ചെല്ലാണ്. നമുക്കറിയാം പാരലൽ കണക്ഷനിൽ ചാർജ് ഡിഫറൻ്റ് ആണ്, വോൾട്ടേജ് സെയിം ആണ്. സോ ഇത് 12 വോൾട്ട് ആണെങ്കിൽ ഇതിന് അക്രോസ് 12 വോൾട്ട് ആണ്, ഇതിന് അക്രോസും 12 വോൾട്ട് ആണ്. അപ്പോൾ 2 മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കിട്ടിയില്ലേ? 12 വോൾട്ട്. ഇതന്നെയാണ് ഇവിടുത്തെയും വോൾട്ടേജ് വരിക, ഒരു സംശയമില്ല. ഓക്കെ, ഇനി
12 വോൾട്ടാണ് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. സോ ഇവിടുത്തെ ചാർജ് എത്രയാവും? ക്യൂ എന്ന് പറഞ്ഞാൽ സി വി മീൻസ് 12 ഇൻറ്റു 2. ഓക്കെ, 12 ഇൻറ്റു 2 ശരിയല്ലേ? 2 മില്ലി എന്ന് വരും. സ്വാഭാവികമായിട്ട് ആൻസർ കിട്ടും 24 മില്ലി കൂളം. ഇതാണ് 2 മൈക്രോ ഫാരഡിന് അക്രോസ് ഉള്ള വോൾട്ടേജും ചാർജും. അത് വേറൊരു തട്ടിപ്പിലൂടെ നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ ചോദിച്ചാൽ 48 മില്ലി കൂളം ഇവിടെ എത്തി, ഇതും 2 ആണ്, ഇതും 2 ആണ്. അപ്പം അതിൻ്റെ ഷെയറിങ് ഈക്വൽ ആവില്ലേ? സോ ഇതിന് അക്രോസ് ഉള്ളത് 24 മില്ലി കൂളം, ഇതിന് അക്രോസ് എത്ര തന്നെയാണ്? 24 മില്ലി കൂളാണ്. ഗോട്ട് ഇറ്റ്? സംശയങ്ങളൊന്നുമില്ലല്ലോ. ഇനി പൊട്ടൻഷ്യൽ നോക്കിയാൽ അതും എത്ര തന്നെയാണ്? 12 തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. 24/2 12 വോൾട്ട് തന്നെയാണ് വരിക. അങ്ങനെ വരാവൂ. സിൻസ് ദ കണക്ഷൻ ഈസ് പാരലൽ, വോൾട്ടേജ് റിമൈൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ 2 മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം തീരുമാനമായി. ഇനി ഈ 2 വന്നത് ഈ 2 എണ്ണത്തിൻ്റെ സീരീസ് കണക്ഷൻ അല്ലേ? അപ്പോൾ 6 മില്ലി ഫാരഡ് എടുത്താലും 3 മില്ലി ഫാരഡ് എടുത്താലും അതിലെ ചാർജ് കറക്റ്റായിട്ട് മനസ്സിലായി, 24 മില്ലി കൂളാണ്. സിൻസ് ഇൻ സീരീസ് കണക്ഷൻ ചാർജ് റിമൈൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി വേണ്ടത് ഇവർക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയെന്നാണ്. V1 ഈക്വൽ ടു എന്ത് വരും? Q ബൈ സി, 24 മില്ലി കൂളം ബൈ 6. അപ്പോൾ 24/6, 4 വോൾട്ട്. ഓക്കെ, ദെൻ 3 മില്ലി ഫാരഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയെന്ന് ചോദിച്ചാൽ 24/3, കാരണം 2 മില്ലി ഉണ്ട്, 8 വോൾട്ട്. ഈ പറഞ്ഞതും മറ്റൊരു ഷോർട്ട് കട്ടിലൂടെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. എങ്ങനെ ചോദിച്ചാൽ മൊത്തം 12 വോൾട്ട് അല്ലേ? 6 മില്ലി ഫാരഡിന് അക്രോസ് 4 വോൾട്ട് പോയി എന്നുണ്ടെങ്കിൽ 12 പിന്നെ എത്രയാ ബാക്കിയുള്ളത് 8 ആണ്. അത് അടുത്തേനുണ്ടാവും. 12 വോൾട്ട് മൊത്തം ഒരാൾ 4 വോൾട്ട് കൊണ്ടുപോയി, ബാക്കിയിൽ എത്ര വോൾട്ട് ഉണ്ട്? 8 വോൾട്ട് ഉണ്ട്. അത് അടുത്ത കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ആയിട്ട് മാറും. ഓക്കെ, സോ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ സ്റ്റൈൽ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ഏത് നെറ്റ്വർക്ക് വന്നാലും നമ്മൾ ഇതേ സ്റ്റൈലിലാണ് ചെയ്ത് പോവുക. ഒന്നും കൂടെ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ട് വിചാരിക്കുക. ഞാൻ ഏറ്റവും എളുപ്പമുള്ള സംഖ്യകൾ മാത്രമാണ് ഇവിടെ എഴുതി പോണത്. അതുകൊണ്ടാണ് ഞാൻ ആ സംഖ്യ ആദ്യം എഴുതിയിട്ട് തീരുമാനമാക്കിയിട്ടാണ് പോണത്. ഓക്കെ, സോ ഇവിടെ 12ഉം 4ഉം നമുക്കപ്പോൾ തന്നെ ഊഹിക്കാം. 12ഉം 4 എന്തിനായിരിക്കും സാറ് തന്നിട്ടുണ്ടാവുക? 3. ഓക്കെ, ദെൻ 3 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 9 ഏറ്റവും സൗകര്യം. കാരണം 9ഉം 3ഉം 12 ഒക്കെ മില്ലി ഫാരഡുകളാണ്. 9ഉം 3ഉം 12. ഓക്കെ, ഇനി ഇതൊരു 6ഉം കൂടി കൊടുത്താൽ സന്തോഷമായി. 12ഉം 6ഉം 4. അപ്പം അതിനോട് കണക്ട് ചെയ്യണ വോൾട്ടേജ് ഇവിടെ കൊടുത്താൽ പോരെ. ഓക്കെ, സോ ഇവിടെ ഒരു 4 വോൾട്ടും 4 വോൾട്ട് എന്നുള്ള പൊട്ടൻഷ്യലാണ് നമ്മൾ ഇവിടെ കൊടുത്തത്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഫൈൻഡ് ദ ചാർജ് ആൻഡ് പൊട്ടൻഷ്യൽ അക്രോസ് ഈച്ച് കപ്പാസിറ്റേഴ്സ്. വളരെ സിമ്പിളാണ് ആ ക്വസ്റ്റ്യൻ. ഇതിനെങ്ങനെ മാറ്റി വരച്ചൂടെ? 6. ഓക്കെ, ഇത് എന്ത് വരും? 3 മുകളിൽ 9. ഓക്കെ, എ ബി വന്നു, പിന്നെ 4 വോൾട്ടാണ് വരുന്നത്. ഇനി ഇതിനെങ്ങനെ മാറ്റിക്കൂടെ? 6ഉം 12ഉം. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 4 മില്ലി ഫാരഡ്. 4 മില്ലി ഫാരഡ് ആണ് ടോട്ടൽ കപ്പാസിറ്റൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ചാർജ് എന്ന് പറഞ്ഞാൽ സി വി. സോ കപ്പാസിറ്റൻസ് 4 മില്ലി ഫാരഡ്, വോൾട്ടേജ് 4, 16 മില്ലി കൂളം. ഓക്കെ, 16 മില്ലി കൂളാണ് അവിടുത്തെ ടോട്ടൽ ചാർജ്. ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി സീരീസ് കണക്ഷനിൽ ചാർജ് കോൺസ്റ്റന്റ് അല്ലേ? സ്വാഭാവികമായിട്ടും അക്രോസ് 6 മില്ലി ഫാരഡ് ചാർജ് ഈസ് 16 മില്ലി കൂളം. ഓക്കെ, 16 മില്ലി കൂളാണ് ഈ 6 മില്ലി ഫാരഡിന് അക്രോസ് ഉള്ള ചാർജ്. വി എന്ന് പറഞ്ഞ ക്യൂ ബൈ സി ആണ് അല്ലേ? വി എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ സി ആണല്ലോ. സോ 16/6 എന്ന് വരും. മില്ലി 2 കട്ടായി പോകും. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ദ ആൻസർ 8/3 വോൾട്ട്.
2.66 എന്നൊക്കെ ആയിരിക്കും അതിൻ്റെ വോൾട്ടേജ് വരിക. സോ 8/3 വോൾട്ട് വരും. ഓക്കെ, ഇനി ഒരു കാര്യം ഉറപ്പല്ലേ, ഈ 12 അക്രോസ് ഉള്ള ചാർജ് എത്രയാണ്? അത് 16ആണ്. ഇതിന് അക്രോസ് 16 മില്ലി കൂളം, ഇതിന് അക്രോസും 16 മില്ലി കൂളം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 12 അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ V = Q/C 16/12. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 4/3. ഓക്കെ, അത് വേറെ രീതിയിൽ വേഗം കണക്കൂട്ടെ. നമുക്ക് മൊത്തം ഇവിടെ 4 വോൾട്ട് അല്ലേ കിട്ടേണ്ടത്, ഇത് 8/3 ആണ്. അതുകൂടെ എന്ത് കൂട്ടിയാലാ 4 കിട്ടുക നോക്കുക. 4/3 കൂട്ടിയാൽ അപ്പോൾ 3 LCM 3 തന്നെ വരും. 8 + 4 12/3 എന്ന് പറഞ്ഞ ആൻസർ എത്രയാണ്? 4 ആണ്. അപ്പോൾ ഈ നെറ്റ്വർക്കിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്? 4/3 വോൾട്ട് ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പായി, 9 മില്ലി ഫാരഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 4/3 ആണ്. 9 മില്ലി ഫാരഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 4/3 ആണ്. ഈ രണ്ടെണ്ണത്തിനും കൂടി കമ്പൈൻഡ് അക്രോസ് ആണ് 4/3. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഇതിൻ്റെ വോൾട്ടേജ് കിട്ടി. അപ്പോൾ അതിന് അക്രോസ് ഉള്ള ചാർജ് എങ്ങനെ കിട്ടുക? Q = CV. സോ 9 × 4/3. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? ഇത് രണ്ടും വെട്ടും 3 × 4 12 മില്ലി കൂളം. ഓക്കെ, അപ്പോൾ 9നെയും തീരുമാനിച്ച് വിട്ടു. പ്രശ്നമൊന്നുമില്ലല്ലോ പറഞ്ഞേ, അതും ഓക്കെ അല്ലേ? സോ ഇതിന് അക്രോസ് ഉള്ള മൊത്തം ചാർജ് 16 മില്ലി കൂളാണ്. ഇവിടെ വന്നത് 16 മില്ലി കൂളാണ്. അതിൽ 12 മില്ലി കൂളം ഇതിലൂടെ പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഉണ്ടാവുക? ബാക്കി 4 മില്ലി കൂളല്ലേ ഇതിലൂടെ പോയിട്ടുണ്ടാവുള്ളൂ. 4 മില്ലി കൂളം ഇതിലൂടെ ട്രാവൽ ചെയ്തു. അപ്പോൾ 12 മില്ലി ഫാരഡിന് അക്രോസ് ഉള്ള ചാർജ് 4 മില്ലി കൂളം. ഓക്കെ, 4 മില്ലി ഫാരഡിന് അക്രോസ് ഉള്ള ചാർജും എന്തുതന്നെയാണ്? 4 മില്ലി കൂളം. ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. Q കിട്ടി, കപ്പാസിറ്റൻസും അറിയാം. എന്താ V വരിക? V = Q/C. Q/C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/12 1/3 വോൾട്ട്. ശരിയല്ലേ? 4/12 1/3 വോൾട്ട് വരും. ഓക്കെ, ഇതിന് അക്രോസ് മൊത്തം 4/3 ആട്ടോ. അതിൽ 1/3 ഇയാൾക്ക് അക്രോസ് ഉണ്ട്. അപ്പോൾ അടുത്ത അക്രോസ് എത്ര ഉണ്ടാവണം? വളരെ സിമ്പിൾ, 4 മില്ലി ഫാരഡ് 4 മില്ലി കൂളം. ഇറ്റ്സ് പൊട്ടൻഷ്യൽ മസ്റ്റ് ബി 1 വോൾട്ട്. കാരണം 1 + 1/3 ആണ് എൻ്റെ ആൻസർ കിട്ടുക, 4/3 കിട്ടുക. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ലോജിക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ആദ്യം ചെയ്യേണ്ടത് വാട്ട് ഈസ് എ ടോട്ടൽ ചാർജ്. പിന്നെ നമ്മൾ നോക്കുകയാണ് ഇസ് ഇറ്റ് എ സീരീസ് ഓർ പാരലൽ. അത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ബാക്കി ചെയ്തു പോവാണ്. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ഈ ഗാർഡനിലെ സുന്ദരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിനായി നിങ്ങൾക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്കുള്ള ഡൗട്ടുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ നിർബന്ധമായും രേഖപ്പെടുത്തുക. ആ കമന്റുകൾ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യാറുണ്ട്. ഞാൻ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ഒരുപാട് നന്മ നിറഞ്ഞ ഒരുപാട് സന്തോഷത്തോടെയുള്ള നിങ്ങളുടെ റെസ്പോൺസുകൾ എന്നെ വീണ്ടും 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 പുതിയ ഏരിയകളിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, സോ അത് നിങ്ങളിൽ നിന്ന് വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.